കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് SDP എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നും മിക്കവാറും ആളുകളെ, രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ, സ്ഥാനാർത്ഥികളെ ആരൊക്കെയോ ഈ ചാനലുകാർക്ക് കിട്ടുന്നോ അവരെയൊക്കെ തേടിപ്പിടിച്ച് SDP വോട്ട് വാങ്ങുമോ സ്വീകരിക്കുമോ എന്ന് ചോദിക്കലാണ് മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട പണി, പ്രത്യേകിച്ചും CPMന്റെ നേതാക്കളെ. എന്നാൽ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഇപ്രാവശ്യം പരമ്പരാഗതമായി ഒരു ഭരണകൂടം 5 വർഷം പൂർത്തിയാക്കിയാൽ അതിനെതിരെയുള്ള പ്രതിപക്ഷത്തിന് വോട്ട് നൽകുന്ന ഒരു പ്രവണത കേരളത്തിൽ കണ്ടുവരുന്നുണ്ട്. ഒരു നെഗറ്റീവ് വോട്ടിംഗ് പാറ്റേൺ ആണ് ഇത്. മുൻകാല ചെയ്തികളോ അവരുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളോ അവരുടെ നയങ്ങളോ അതൊന്നും ചർച്ചയാവാറില്ല. കേവലം നിലവിലുള്ള ഭരണത്തിനെതിരെയുള്ള പ്രതിഷേധം, അതാർക്കാണ്? അതിനെതിരെയുള്ള പ്രതിപക്ഷത്തിന് വോട്ട് നൽകി വിജയിപ്പിക്കുക എന്നുള്ള നയസമീപനം പരമ്പരാഗതമായി കേരളം പുലർത്തി പോകുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ യഥാർത്ഥ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്നില്ല എന്നും, എന്ത് കുഴപ്പം ചെയ്താലും അത് 5 വർഷം കഴിഞ്ഞാൽ അത് തങ്ങൾ നല്ലതായിട്ടുള്ള എന്തെങ്കിലും വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ മാനിഫെസ്റ്റോ നൽകിയില്ലെങ്കിൽ പോലും തങ്ങളുടെ മുൻകാല പ്രവർത്തനങ്ങൾ ഏത് രീതിയിലായിരുന്നു എന്നതുപോലും ആളുകൾ നോക്കാതെ തങ്ങൾക്ക് വോട്ട് ചെയ്യും എന്നുള്ള ഒരു അവസ്ഥ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്നാൽ കഴിഞ്ഞ തവണ ആദ്യമായിട്ട് അത് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നിലവിൽ കേരളത്തിന്റെ സാഹചര്യം മുൻനിർത്തി ചില കാര്യങ്ങൾ നമ്മൾ പറയേണ്ടി വരും, പ്രത്യേകിച്ചും SDP നയവുമായി ബന്ധപ്പെട്ട്. SDP എന്തുകൊണ്ട് ഒരു LDF ഇടത് അനുകൂലമായ നയസമീപനം സ്വീകരിക്കുന്നു എന്നത് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഉയരുന്ന പ്രശ്നം എന്നുള്ളത് നിലവിലുള്ള പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭരണകൂടം, ആ സർക്കാരിന്റെ നയങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ വിമർശനങ്ങളെ നമ്മൾ പരിശോധിക്കേണ്ടി വരും. അങ്ങനെ പരിശോധിക്കുമ്പോൾ വികസനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് ഓരോന്നോരോന്നായി ചർച്ചകൾക്ക് വിധേയമാക്കേണ്ടി വരും. അഴിമതിയെപ്പറ്റി, വികസനങ്ങളെപ്പറ്റി, വികസന കാഴ്ചപ്പാടുകളെപ്പറ്റി, നടപ്പിലാക്കിയ പദ്ധതികളെപ്പറ്റി ഇതൊക്കെ നമ്മൾ ചർച്ചാ വിഷയമാക്കേണ്ടി വരും. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള കുറ്റങ്ങൾ കാണിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു സാഹചര്യം പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മുസ്ലിം ലീഗും കോൺഗ്രസും ഈ കാര്യത്തിൽ വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കേരളത്തിലുണ്ടായ ഒരു സാഹചര്യമുണ്ട്. ഒരു മുസ്ലിം കൺസോൾട്ടേഷൻ അഥവാ ഒരു മുസ്ലിം സമുദായം ഐക്യമായി അല്ലെങ്കിൽ ഏകകണ്ഠമായി നിലവിലുള്ള പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള തങ്ങളുടെ വികാരം, പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതിനെതിരെയുള്ള പ്രതിഷേധങ്ങളുടെ സൂചകമായിട്ട് വേണം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലെയും വോട്ടിംഗ് പാറ്റേണുകളെ വിലയിരുത്താൻ. ന്യൂനപക്ഷങ്ങൾ, മുസ്ലിം സമുദായം പ്രത്യേകിച്ചും LDFിൽ നിന്നും അകന്നു പോകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടാൻ ഇത് കാരണമായിട്ടുണ്ട്. അതാണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളും നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന സൂചനകൾ വെച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ സാഹചര്യം മാറിയിരിക്കുന്നു. പൂർണ്ണമായിട്ടും കഴിഞ്ഞ 2 തവണ ഉണ്ടായതുപോലെ UDFിന് അനുകൂലമായ ഒരു മുസ്ലിം വോട്ട് കൺസോൾട്ടേഷൻ ഉണ്ടാവില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കാരണം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ വിവിധ മുസ്ലിം പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുന്ന സംഘടനകളെയും അതിൻ്റെ നേതൃത്വത്തെയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളെയും കാര്യങ്ങൾ സംസാരിക്കുകയും അവരുമായിട്ട് എൻഗേജ് ചെയ്യുകയും പ്രശ്നങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു RSS നിയന്ത്രിത ഭരണകൂടം ഉണ്ടാകുമ്പോൾ കേരളത്തിൽ ഏത് മുന്നണി ഭരിക്കുന്നതാണ് ഗുണകരം എന്നുള്ള ചർച്ച ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചിട്ടും ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ നെഗറ്റീവ് വോട്ടിംഗ് എന്നുള്ളത്, കണ്ണും പൂട്ടി പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്യുക എന്നുള്ളത്, അത് ഇപ്രാവശ്യം നടക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായി ഇവിടെ ഗ്രൗണ്ട് റിയാലിറ്റികളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം എന്താണ്? കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വിലയിരുത്താം. അങ്ങനെ വിലയിരുത്തുമ്പോൾ പ്രധാനമായിട്ടും മുസ്ലിം ലീഗും അല്ലെങ്കിൽ മുസ്ലിം പ്ലാറ്റ്ഫോമിലുമുള്ള സംഘടനകൾ, മുസ്ലിം ലീഗിന്റെ
പ്രോക്സി സംഘടനകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന വിവിധ ഗ്രൂപ്പുകൾ, അതായത് മുജാഹിദിലെ ചില വിഭാഗങ്ങൾ അല്ലെങ്കിൽ സുന്നികളിലെ ചില വിഭാഗങ്ങൾ മാത്രമാണ് പൂർണ്ണമായിട്ടും ആ സംഘടനയിലെ മൊത്തം ആളുകളോ ആ സംഘടനയോ അത്ര ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല. എങ്കിലും ഈ മുസ്ലിം ലീഗിന്റെ ഓരം പറ്റി നിൽക്കുന്ന സംഘടനകൾ മുഴുവൻ ഇത് വിഷയം ചെയ്തു കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ വെള്ളാപ്പള്ളി നടേശന്റെ കാര്യം പരിശോധിക്കുക. വെള്ളാപ്പള്ളി നടേശനെ പിണറായി വിജയൻ കാറിൽ കയറ്റി കൊണ്ടുവന്നു. വെള്ളാപ്പള്ളി നടേശൻ വർഗീയത പറഞ്ഞപ്പോൾ നടപടിയെടുത്തില്ല. വെള്ളാപ്പള്ളി നടേശൻ വർഗീയമായ ഒരു പ്രസ്താവനകൾ നടത്തി കേരളത്തിലെ മുസ്ലിം സമുദായത്തെ അപമാനിച്ചു. അത്തരം ഒരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടായി. അപ്പോൾ അതിനെതിരെ പിണറായി വിജയൻ നടപടിയെടുത്തില്ല എന്നുള്ള പ്രചരണങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടത്തെ UDF അനുകൂല, മുസ്ലിം ലീഗ് അനുകൂല സംഘടനകൾ, പ്രത്യേകിച്ചും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രചരണം ജമാഅത്തെ ഇസ്ലാമി നടത്തുമ്പോൾ ഈ വിഷയത്തിൽ UDFന്റെ നയസമീപനം എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടി വരും. പ്രത്യേകിച്ചും വെള്ളാപ്പള്ളി നടേശനെ പിണറായി വിജയൻ കാറിൽ കയറ്റിയ സംഭവം, ഈ സംഭവത്തെക്കുറിച്ച് കേരളത്തിലുള്ള UDFന്റെ പ്രഗത്ഭനായ നേതാവ് രമേശ് ചെന്നിത്തലയോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, കാറിൽ കയറ്റിയത് ഒരു കുഴപ്പമായിട്ട് ഞാൻ കാണുന്നില്ല. 90 വയസ്സുള്ള ഒരു വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ. ഞാനാണ് മുഖ്യമന്ത്രി ആയിരുന്നെങ്കിലും, ഞാനാണ് ആ സ്ഥാനത്തിരിക്കുന്നതെങ്കിലും, ഞാനാണെങ്കിലും വെള്ളാപ്പള്ളി നടേശനെ വണ്ടിയിൽ കയറ്റും, കൊണ്ടുപോകും എന്നുള്ള ഒരു പ്രഖ്യാപനമാണ്, അല്ലെങ്കിൽ അത്തരം ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുകളോടുകൂടി UDF പ്രവർത്തിക്കുന്നുവെന്ന് പറയാൻ കഴിയില്ല. മറ്റൊന്ന്, പ്രതിപക്ഷ നേതാവായ VD സതീശനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും എനിക്ക് പിതൃതുല്യരാണ്. എൻ്റെ പിതാക്കന്മാരുടെ സ്ഥാനത്താണ് ഞാൻ അവരുടെ പറയുന്നത്. അവർ വർഗീയത പറഞ്ഞു എന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. അവരെ പറ്റി അത്തരം വർഗീയവാദിയാണെന്നുള്ള അഭിപ്രായം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അവരെന്ത് പറഞ്ഞാലും ഞാൻ അതിനെ ഒരു പിതാവിൻ്റെ സ്ഥാനത്തു നിന്നും അംഗീകരിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവായ VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞു വരുന്നത്, LDF സർക്കാരിൽ നിന്നും ഉണ്ടാവുന്ന ഏതൊരു നടപടിയും പറ്റി വിമർശനം ഉന്നയിക്കുമ്പോൾ അതിൽ UDFന്റെ നയങ്ങൾ എന്താണെന്ന് കൂടി പറയേണ്ടതുണ്ട്. അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് ഇത് എല്ലായിടത്തും ഒരേപോലെയാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൽ മുസ്ലിങ്ങളെ കുറിച്ച് വർഗീയത പറഞ്ഞുവെങ്കിൽ, മലപ്പുറത്തെക്കുറിച്ച് മോശം പരാമർശം നടത്തിയെങ്കിൽ അതിൽ പ്രതികരിക്കേണ്ടതും പ്രതിഷേധിക്കേണ്ടതുമായ ഒന്നാമത്തെ രാഷ്ട്രീയ പാർട്ടി എന്നുള്ളത് അത് മുസ്ലിം ലീഗാണ്. കാരണം കേരളത്തിലുള്ള മുസ്ലിങ്ങളുടെ വലിയൊരു വിഭാഗം വോട്ട് ഷെയറും വാങ്ങിക്കൊണ്ട് കേരളത്തിലുള്ള നിയമസഭകളിൽ വലിയ അംഗങ്ങളായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം UDFന്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ മുസ്ലിം ലീഗാണ്. എങ്കിൽ മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ എന്ത് പ്രതികരിച്ചു, എന്ത് പ്രതിഷേധിച്ചു, സർക്കാർ നടപടി എടുക്കാത്തതിനെ വിമർശിച്ചു? ഒരിക്കലും നമ്മൾക്ക് കാണാൻ സാധിക്കില്ല. മുസ്ലിം ലീഗ് ഈ കാര്യത്തിൽ പിണറായി വിജയൻ ഭരണകൂടത്തെ വിമർശിക്കുകയോ പ്രതിഷേധിക്കുകയോ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെതിരായ നടപടികൾ സ്വീകരിക്കുകയോ കേസ് ഫയൽ ചെയ്യുകയോ അല്ലെങ്കിൽ അത്തരം നടപടികൾ സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ പ്രതിഷേധങ്ങൾ കേരള നിയമസഭയിലോ പുറത്തോ നടത്തിയിട്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. പറഞ്ഞു വരുന്നത് ഇവിടെ ഒരേ കാര്യമാണ്. അതായത് UDFലെ പ്രബലമായ കക്ഷികളായ മുസ്ലിം ലീഗിനും കോൺഗ്രസിനും വെള്ളാപ്പള്ളി നടേശന്റെ വിഷയത്തിൽ പ്രത്യേകിച്ചും LDFൽ നിന്നും വിഭിന്നമായ എന്തെങ്കിലും സമീപനങ്ങളുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ തങ്ങൾ ചെയ്യാത്ത, തങ്ങൾ ഒരു രീതിയിലും പ്രതിഷേധിക്കാത്ത, തങ്ങൾ ഒരു രീതിയിലും പരിഗണിക്കാത്ത ഒരു വിഷയത്തെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെന്റോ സർക്കാരോ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് അല്പത്തരമാണ്. ഇത് ഇരട്ടത്താപ്പാണ്. അത് അത്തരത്തിലാണ് പരിഗണിക്കേണ്ടത്. ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ എന്നുള്ളത്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എന്തെങ്കിലും രീതിയിലുള്ള വർഗീയ പരാമർശങ്ങളും വിദ്വേഷ പ്രസ്താവനകളും അല്ലെങ്കിൽ അത്തരം നടപടികളും സ്വീകരിച്ചാൽ
അതിൽ പ്രതിഷേധിക്കാത്ത, അതിൽ നടപടി സ്വീകരിക്കാത്ത, അതിൽ ഏതെങ്കിലും രീതിയിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ നടത്താത്ത UDF എന്നുള്ള കക്ഷി വെള്ളാപ്പള്ളി നടേശന്റെയും പിണറായി വിജയന്റെയും നേതൃത്വത്തിലുള്ള ഒരു സംവിധാനം പ്രവർത്തിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങളടക്കമുള്ള മുസ്ലിങ്ങളുടെ അടുത്തേക്ക് വന്ന് വോട്ട് ചോദിക്കുന്നത് തങ്ങൾക്ക് അധികാരം നേടാൻ വേണ്ടി മാത്രമാണ്. ഈ വിഷയത്തിൽ ഇരട്ടത്താപ്പാണ് ഈ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കോൺഗ്രസ് ഈ വിഷയങ്ങൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഈ വിഷയങ്ങൾ സംസാരിക്കുന്നത് മുസ്ലിം മേഖലകളിൽ മാത്രമാണ്. മുസ്ലിം ലീഗ് അത്തരം വലിയ കാര്യങ്ങൾ പറയുന്നില്ല, അതിൻ്റെ അണികൾ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും മുസ്ലിം ലീഗിന് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ കുറേ വർഷങ്ങളായി UDFന് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പ്രത്യേകിച്ചും കഴിഞ്ഞ 2 തവണയും UDF അധികാരത്തിൽ നിന്നും പുറത്തു പോയപ്പോൾ, മുസ്ലിം ലീഗ് അധികാരത്തിൽ നിന്നും പുറത്തു പോയപ്പോൾ തങ്ങളുടെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയാതെ വന്ന മുസ്ലിം ലീഗിൻ്റെ പ്രോക്സികൾ എന്ന് വിളിക്കാവുന്ന സംഘടനാ പ്രതിനിധികളാണ് ഈ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ UDFലെ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഇരട്ടത്താപ്പിനെതിരെ ഇവർ ഒരക്ഷരവും സംസാരിക്കുന്നില്ല എന്നുള്ള ഒരു വിഷയം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇനി മറ്റുള്ള വിഷയങ്ങൾ, സംവരണ വിഷയങ്ങൾ, മലബാറിനോടുള്ള അവഗണന, ഇത്തരം കാര്യങ്ങളൊന്നും അഡ്രസ്സ് ചെയ്യാൻ UDF തയ്യാറാകുന്നുണ്ടോ? ഈ നിലവിലുള്ള സർക്കാരുകളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഇതൊക്കെ സംസാരിക്കാൻ ഇവർ തയ്യാറാവുന്നുണ്ടോ? ഇവർ സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. ഇനി ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ ഇതിൽ വലിയ മാറ്റങ്ങൾ, സംവരണ വിഷയത്തിൽ അല്ലെങ്കിൽ കേരളത്തിലുള്ള മലബാറിനോടുള്ള അവഗണന വിഷയത്തിൽ ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന നയസമീപനങ്ങളിൽ എന്തെങ്കിലും രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഞങ്ങൾ കൊണ്ടുവരുമെന്നുള്ള പ്രഖ്യാപനങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ടോ? ഒരിക്കലുമില്ല. കോൺഗ്രസ് അത്തരം നയസമീപനങ്ങളെ സ്വീകരിക്കുന്നില്ല. കോൺഗ്രസ് എന്നുള്ളത്, കേരളത്തിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് ഒരു സവർണ താല്പര്യങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം പ്ലാറ്റ്ഫോമുകളിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നും വോട്ടുകൾ ചോർത്തിയെടുത്ത് കൊണ്ടുവരുന്ന മുസ്ലിം ലീഗിനെ ഉപയോഗിച്ചാണ് കോൺഗ്രസ് മുസ്ലിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തയ്യാറാവുന്നത്. പക്ഷേ മുസ്ലിം ലീഗ് നേരിട്ട് പറയുമ്പോൾ അത് കേവലം രാഷ്ട്രീയ പാർട്ടി സംസാരിക്കുന്ന നിലയ്ക്ക് കാര്യങ്ങൾ വരുമ്പോൾ മുസ്ലിം ലീഗ് വിവിധ മുസ്ലിം സംഘടനകളിലെ തങ്ങൾക്കനുകൂലമായി നിൽക്കുന്ന ആളുകളെ കൊണ്ട് ഈ വിഷയം പറയിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. അതിൽ പല വിഭാഗങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വിഭാഗം മുജാഹിദ് സംഘടനയിലെ വിവിധ വിഭാഗങ്ങൾ, ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള ഈ അടുത്ത കാലത്ത് UDFുമായി സഹകരിച്ചു പോരുന്ന വെൽഫെയർ പാർട്ടിയും മീഡിയ വൺ ചാനലും അവരുടെ ആളുകൾ, ഇങ്ങനെ പലവിധ ഗ്രൂപ്പുകളുടെയും ആളുകളുടെയും ഉപയോഗപ്പെടുത്തിയാണ് മുസ്ലിം സമുദായത്തിനെതിരെ അടുക്കൽ ഈ ഒരു LDF വിരുദ്ധ, പിണറായി വിരുദ്ധ, CPM വിരുദ്ധ സാഹചര്യം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ SDPI എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. പരമ്പരാഗതമായ ഒരു ഭരണകൂടം 5 വർഷം തുടരുമ്പോൾ അതിനെതിരെയുള്ള പ്രതിപക്ഷ സ്വരത്തോടൊപ്പം നിൽക്കുകയാണ് സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യാറ്. പ്രത്യേകിച്ചും ഒരു മുസ്ലിം ബേസ്ഡ് പ്രസ്ഥാനമായ, അല്ലെങ്കിൽ അത്തരം പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുന്ന SDPI പോലെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തങ്ങൾക്ക് അനുകൂലമായി തന്നെ നിലനിൽക്കുമെന്നാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗും UDFും കോൺഗ്രസും ഒക്കെ ധരിച്ചിരുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ അതിനു മുമ്പുണ്ടായ പല തെരഞ്ഞെടുപ്പുകളുടെയും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ SDPIയുടെ നയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വിലയിരുത്തി അവർ കരുതിയത് അങ്ങനെയാണ്. പക്ഷേ ഇവിടെ വ്യത്യസ്തമായ കാര്യങ്ങൾ സംഭവിച്ചു. SDPI സ്വന്തം നിലക്ക് ചില മണ്ഡലങ്ങളിൽ മത്സരിച്ചു എന്ന് മാത്രമല്ല, ഈ നെഗറ്റീവ് വോട്ടിംഗ് എന്നുള്ളത് ഒരു ഭരണകൂടം ഇല്ലാതാക്കാൻ വേണ്ടി പ്രതിപക്ഷത്തുള്ള ആളുകൾ അവരെങ്ങനെയുള്ള ആളുകളാണ് എന്ന് പോലും പരിഗണിക്കാതെ കണ്ണുമൂട്ടി അവർക്ക് വോട്ട് ചെയ്യുന്ന ഒരു നയസമീപനം സാധ്യമല്ല എന്നും, തങ്ങളുടേതായ രാഷ്ട്രീയ അസ്തിത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തങ്ങൾ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റി അടക്കമുള്ള ആളുകൾക്ക്, മുസ്ലിം ദലിത് പിന്നോക്ക വിഭാഗങ്ങളുടെ അവകാശങ്ങൾ കൂടി ചോദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയമായ ഉയർത്തെഴുന്നേൽപ്പാണ് യഥാർത്ഥത്തിൽ അനിവാര്യതയെന്നും, അത്തരത്തിലുള്ള രാഷ്ട്രീയമായ മുന്നേറ്റമാണ്, മൂവ്മെന്റാണ് ഉണ്ടായി വരേണ്ടതെന്നും SDPI മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വ്യത്യസ്തമായ ഒരു സ്ട്രാറ്റജി ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പ്രയോഗിച്ചു. അതാണ് ഇപ്പം കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. SDPIയുടെ ഈ നയനിലപാട് മാറ്റം
പ്രത്യേകിച്ചും ഈ മുസ്ലിം ലീഗിനെ വല്ലാതെ കുഴപ്പിക്കുന്നുണ്ട് ഇത്. UDFന്റെ പ്രധാനപ്പെട്ട മറ്റുള്ള മുസ്ലിം വിഭാഗങ്ങളെയും കുഴപ്പിക്കുന്നുണ്ട്. കാരണം മുസ്ലിം പ്ലാറ്റ്ഫോമുകളിൽ നിന്നുകൊണ്ട് മുസ്ലിം വിഷയങ്ങളിൽ ഏറ്റവും ശക്തമായി സംസാരിച്ചു കൊണ്ടിരുന്ന, ഏറ്റവും വലിയ പ്രതിഷേധ സ്വരമായിരുന്ന, ഏറ്റവും വലിയ പ്രതിപക്ഷ ശബ്ദമായിരുന്ന SDPI കേരളത്തിലുള്ള തെരഞ്ഞെടുപ്പിൽ, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു LDF അനുകൂല നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അഥവാ ഇത്തരം ഒരു നയസമീപന വിഷയങ്ങളിൽ SDPI വ്യത്യസ്തമായ ഒരു അഭിപ്രായവും നയവും സ്വീകരിച്ചാൽ ഇനി മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു പ്രതിപക്ഷമോ അല്ലെങ്കിൽ ഒരു എതിർ ശബ്ദമോ എവിടെ നിന്നും ഉണ്ടാകില്ല എന്നും ഇവർക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ SDPIയുടെ ചുവടുമാറ്റം അവരെ സംബന്ധിച്ചിടത്തോളം കുഴപ്പിക്കുന്നതാണ്. പക്ഷേ SDPIക്ക് ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം തങ്ങളുടേതായ കമ്മ്യൂണിറ്റിയെയും തങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ജനവിഭാഗങ്ങളുടെയും അവകാശങ്ങൾ എവിടെ നിന്നാണോ ലഭിക്കുന്നത് അവിടെ ഒരു സമ്മർദ്ദ ശക്തിയായി നിന്നുകൊണ്ട് അത് വാങ്ങിയെടുക്കുക എന്നുള്ള നയസമീപനവുമായിട്ടാണ് SDPI മുമ്പോട്ട് പോകുന്നത്. മറ്റൊരു ഭാഗത്ത് മുസ്ലിം ലീഗ് എന്നുള്ളത് പരമ്പരാഗതമായിട്ട് കോൺഗ്രസിന്റെ ഒരു ഘടകകക്ഷി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു ഗ്രൂപ്പായി മാത്രം പരിണമിക്കുകയും യഥാർത്ഥ അവകാശങ്ങളോ അല്ലെങ്കിൽ യഥാർത്ഥ പ്രശ്നങ്ങളെയോ അഡ്രസ്സ് ചെയ്യാതിരിക്കുകയും അധികാരം മാത്രം മുൻനിർത്തിയുള്ള രാഷ്ട്രീയ പ്രവർത്തനം ലക്ഷ്യമാക്കി നിൽക്കുകയും ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാട് SDPI സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ, കേരളത്തിലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തിൽ LDFന് അനുകൂലമാവുന്ന ഒരു രാഷ്ട്രീയ നിലപാട് സ്വാഭാവികമായിട്ടും SDPI സ്വീകരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇത് റിസൾട്ടിൽ പ്രതിഫലിക്കുമോ, ഇത് ആത്യന്തികമായിട്ട് എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷേ മുസ്ലിം സമുദായത്തിലെ SDPI പോലെയുള്ള മുസ്ലിം അവകാശങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു പാർട്ടിയും അവരുടെ അണികളും ആ പ്രത്യയശാസ്ത്രം പേറുന്ന ആളുകളും അതിൻ്റെ അനുഭാവികളും കൂട്ടത്തോടെ നിലവിലുള്ള LDFന്റെയും പിണറായി വിജയന്റെയും നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിനും സർക്കാരിനും ഒരു അനുകൂലമായ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി സ്വീകരിച്ചാൽ അത് UDFനെ ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.